ഹലോ 60+ അറ്റ് ബ്രിജി കെ ടിയിലേക്ക് സ്വാഗതം. ഇത് മറ്റൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പിന്നെ ഫേസ് ക്രീമിൻ്റെ നമ്മൾ സുന്ദരികളാവാനുള്ള ക്രീമുകളെ പറ്റി, വീട്ടിലുണ്ടാക്കുന്ന ക്രീമുകളെ പറ്റിയാണ് പറഞ്ഞത്. അവരവർക്ക് ചേരുന്ന രീതിയിലൊക്കെ നമുക്ക് അത് ചെയ്യാം. അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കൂടെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഡോക്ടറല്ല, എഴുത്തുകാരിയാണ്, ചിത്രകാരിയും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാവുന്നത്, നമുക്ക് 60 ഇയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി 60 ഇയേഴ്സ് ഒന്നുമല്ല, ഇപ്പോഴത്തെ ഒരു മധ്യവയസ്സാണ് 60 ഇയേഴ്സ്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴേക്കും, ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോഴേക്കും പേടിയാണ്, അടുത്ത കൊല്ലം നമ്മൾ റിട്ടയർ ചെയ്യണമല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ കർത്തവ്യങ്ങളും എന്ന് വെച്ചാൽ മക്കളെ വളർത്തി, അല്ലെങ്കിൽ അതിന് അവർക്ക് വിവാഹപ്രായമായവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞവർക്ക് നമുക്ക് വളരെ സന്തോഷമായിട്ട് നമ്മുടെ ശിഷ്ടകാലം നമുക്ക് കഴിച്ചു കൂട്ടാം. പക്ഷേ ഏത് അവസ്ഥയിലാണെങ്കിലും ഞാൻ പറയുന്നത്, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ, 60-65 വയസ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും മാനസികമായും ശാരീരികമായും നമുക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും സമയം ചെലവഴിച്ചിട്ടില്ല. അതായത് നമ്മൾ ജോലിയുള്ളവരായാലും അല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബം ആയി കഴിയുമ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കി, അല്ലെങ്കിൽ വീട്ടുകാരെ ശുശ്രൂഷിച്ചു, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തി, കുട്ടികളെ പഠിപ്പിച്ചു. ഒരു 2 കുട്ടികളും ഭർത്താവും ജോലിക്ക് പോകുന്നവർ, ഭാര്യയ്ക്ക് ജോലി ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ രാവിലെ തന്നെ എഴുന്നേറ്റൊരു അലാറം എപ്പോഴാണ് അടിക്കുക എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. പിന്നെ പെട്ടെന്ന് അത് കേട്ട ഉടനെ ചാടി എഴുന്നേറ്റ്, പിന്നെ അതിന് അഡ്രിനാലിൻ റഷാണ്. പിന്നെ ചാടി എഴുന്നേറ്റു, കുട്ടികളെ പറഞ്ഞയക്കണം, ഭർത്താവിന് ഭക്ഷണം. അപ്പോഴും നമ്മൾ അവരുടെയൊക്കെ ഭക്ഷണം ശ്രദ്ധിക്കും, പുറത്തുനിന്ന് കഴിക്കാതിരിക്കാൻ വെള്ളം അടക്കം പാക്ക് ചെയ്ത് നമ്മൾ അവരെ പറഞ്ഞയക്കും. ഇല്ല, സ്വയം ജോലിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന വീട്ടമ്മയാണെങ്കിൽ, ജോലിയുള്ളവരാണെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. അങ്ങനെ എഴുന്നേറ്റ് എല്ലാം വേഗം വേഗം ചെയ്ത്, അങ്ങനെ എപ്പോഴും നമ്മളൊരു ടെൻസ്ഡാണ്. നമ്മൾ ജോലിക്ക് പോകണം, ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവരുടെ ഹോംവർക്ക് നോക്കണം, അല്ലെങ്കിൽ ഒരു ശനിയും ഞായറും കിട്ടിയാൽ തന്നെ കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം. ഇതെല്ലാം, അതായത് എപ്പോഴും സ്ത്രീകൾക്ക് 2 കൈയല്ല, 1000 കൈകളുണ്ടെന്ന് എപ്പോഴും പറയും. അവരെല്ലാ തരത്തിലും പുകഴ്ത്തും. പക്ഷേ സ്ത്രീകൾ എത്ര, ഇപ്പോൾ ISROയിൽ ജോലിയുള്ള സ്ത്രീയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിലും, എന്താണെങ്കിലും പുരുഷന്മാർക്ക് ഒരു വിചാരമുണ്ട്, അവരുടെ മണ്ടിപ്പെണ്ണുങ്ങൾ എന്നൊരു ഇത് എല്ലാ ഡയലോഗിലും, സിനിമ ഡയലോഗിലൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ആരും മണ്ടികളും അല്ല, ഒന്നുമല്ല. ആക്ച്വലി ഒരു സ്ത്രീയുടെ സഹനശക്തി, സ്ത്രീയുടെ ത്യാഗം, സ്ത്രീയുടെ എല്ലാം, അങ്ങനെ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതല്ല. അപ്പോൾ അവർക്ക് 60-65 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വന്തമായി ഒരു കുറച്ച് സമയം ചെലവഴിക്കുക, അവർക്ക് സ്വന്തമായി ഒരു സ്ഥലം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേക്ക് നല്ല ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ പറഞ്ഞ പിശുക്കം പിടിച്ച് ജീവിച്ച് നമ്മളൊരു വീടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് മക്കൾ വലുതായി, മക്കൾ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആ വീട് മാറ്റിപ്പണിയാനോ അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കാനോ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അവർ ചെയ്തോട്ടെ. അപ്പോൾ അതിൽ ആണെങ്കിലും, ഒന്നിച്ച് താമസിക്കുകയാണെങ്കിലും, അതിലൊരു മുറി തീർച്ചയായിട്ടും അമ്മയ്ക്കും അച്ഛനും വേണം. ഇപ്പോൾ ഒരു പക്ഷേ ആ വയസ്സൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ പോയിട്ടുണ്ടോ, അമ്മ പോയിട്ടുണ്ടോ, ഒറ്റപ്പെട്ടാൽ തന്നെയും അവർക്ക് സ്വന്തമായ ഒരു മുറി വേണം. അപ്പോൾ മക്കൾക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ മക്കളും അതേപോലെ വയസ്സായി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക, കാരണം നമ്മുടെ ഇപ്പം പിന്നെ നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചില സ്വകാര്യ കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് അത്ര വലിയ താല്പര്യം, ഒരു പക്ഷെ നമുക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയതോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഭർത്താവ് തന്നതോ ഭാര്യ തന്നതോ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കണം. ചിലപ്പോൾ അത് പഴകി പൊടിഞ്ഞൊരു എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു മുറി വേണം. പിന്നെ പ്രാർത്ഥന പുസ്തകങ്ങൾ, പിന്നെ നമ്മുടേതായ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ദൈവത്തിൻ്റെ ഫോട്ടോ ഒന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് നമ്മുടെ മുറിയിൽ വയ്ക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു 5 നിമിഷം ഇരിക്കാൻ. ഓഫ്കോഴ്സ് നമ്മുടെ മക്കൾ എന്ന് വെച്ചാൽ ഗ്രാൻഡ് ചിൽഡ്രൻ, അവരെ നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അവരെ നോക്കണം, അവരെ നമ്മൾ മാക്സിമം നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്യണം. പക്ഷേ അതിൽ നിന്നും നമുക്ക് ഒരു കുറച്ച് സമയം, ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് ഒറ്റയ്ക്കായിട്ട് വേണം.
അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു പ്രത്യേക എപ്പോഴും ഒരു ടെൻഷനിൽ വരരുത്. അയ്യോ എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം. കഴിഞ്ഞു, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 60-65 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി ജീവിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസോ അല്ലെങ്കിൽ അതിൽ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം. നാം വയസ്സാവും തോറും പെട്ടെന്ന് തന്നെ നമ്മുടെ മക്കൾക്കൊരു ഭാരമാകാതെ ഒരു 50-55 വയസ്സ് കഴിയുമ്പോഴേക്കും എങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇപ്പോൾ പ്രാണായാമം ചെയ്യാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ അങ്ങനെ. കാരണം നമ്മൾ ഒരു സ്ഥലം ഇപ്പോൾ പലർക്കും ഷോൾഡർ വേദന, മുട്ടുവേദന, പിന്നെ ഇത് അങ്ങനെ ഒരു 100 അസുഖങ്ങൾ. ഈ അസുഖങ്ങൾ വരാതെ നോക്കാൻ ഒരുപക്ഷെ ഞാൻ ഈ പാരമ്പര്യം ഞാൻ മറക്കുന്നില്ല, എങ്കിലും വരാതെ നോക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിലെ തന്നെ ഈ മുട്ടുവേദന വരുമ്പോഴും അനക്കാതെ വെച്ചാൽ, വേദനയാണെന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ അനക്കാതെ വെച്ചാൽ അത് ഉറഞ്ഞു പോകുമെന്നാണ് സയൻസ് പറയുന്നത്. ഇപ്പം നമ്മൾ ഷോൾഡർ ഇങ്ങനെ ഒരു ചെറിയ എക്സസൈസ് ചെയ്യാനോ രാവിലെ എഴുന്നേറ്റ്, ഞാനിപ്പോൾ ചെറുപ്പത്തിലെ ഭരതനാട്യം പഠിച്ചത് കൊണ്ട് അതാരും കണ്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ ചെയ്യും. വാസ്തവത്തിൽ നമ്മുടെ കണ്ണിന് എക്സസൈസ്, കൈകൾക്ക്, വിരലുകൾക്ക് എല്ലാത്തിനും അത് പറ്റും. ഇപ്പോൾ വാസ്തവത്തിൽ പണ്ടത്തെ പോലെയൊന്നും അല്ല. എല്ലാവരും പെൻഷൻ ആയതിനു ശേഷമാണ് ഡാൻസ് പഠിക്കാൻ പോകുന്നു, സ്വിമ്മിങ് പഠിക്കാൻ പോകുന്നു. നല്ലൊരു കാര്യമാണത്. അതായത് ആ സമയത്ത് ഒരു റിക്രിയേഷനാണ് നമുക്ക് ഒന്ന് പുറത്തിറങ്ങാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും നടക്കാൻ പോവുക. നടക്കാൻ പോകുമ്പോൾ നമ്മൾ കൂട്ടുകാരെ കാണും, അവരെയൊക്കെ കണ്ടൊന്ന് മനസ്സ് ഒന്ന് ഫ്രഷ് ആവുക. പിന്നെ പ്രത്യേകം നമ്മൾ പ്രായമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ആ സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ മക്കളോ അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്കും എന്താ അത് എന്ന് ചോദിക്കണ്ട. നമുക്ക് നമ്മളോട് പറയാനുള്ളതാണെങ്കിൽ അവർ പറയും. ഇപ്പോൾ മക്കളുടെ കൂടെ താമസിക്കുന്ന അമ്മമാരോടാണ് പ്രത്യേകം ഞാനിത് പറയുന്നത്. മകനും മരുമകളും അവരെന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വരുന്നുണ്ട്, അവർക്കൊന്ന് സ്വതന്ത്രമായി വഴക്കടിക്കാൻ പോലും നമ്മൾ കാരണം സാധിക്കില്ല. അപ്പോൾ അതൊന്നും ചെയ്യരുത്. എന്താണെന്ന് ചോദിക്കണ്ട. അവർ നമ്മളോടാണെങ്കിൽ അത് പറയും. നമുക്ക് വേണ്ടത് നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാനാണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവരോട് പറയാമെന്ന് മാത്രം. പിന്നെ ചില മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷിക്കാതെ, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കഴിക്കാം. എൻ്റെ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പിന്നെ ഞാനൊരു ഷോർട്ട് കട്ട് ആളാണ്. അപ്പോൾ വേഗം കുക്ക് ചെയ്യാനുള്ള ചില സാധനങ്ങളും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുപാട് ഇടപെട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കണ്ട. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് സഹകരിക്കാനോ സഹായിക്കാനോ സാധിക്കുകയാണെങ്കിൽ ചെയ്യാം. അല്ലാതെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഇതെന്താ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി, നമ്മൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കൾ, നമുക്കൊരു നെറ്റ്വർക്കിംഗ് വേണം. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടരുത്. ഈ അൽഷൈമേഴ്സ് വരുന്നതിൻ്റെ മെയിൻ കാരണം അങ്ങനെയാണ്. പിന്നെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഏതായാലും പ്രായമായി കഴിയുമ്പോൾ മറക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരാളെ കണ്ട വഴി നമുക്ക് പെട്ടെന്ന് അവരുടെ പേര് ഓർമ്മ വരില്ല. പക്ഷെ അത് സാധാരണയാണ്, പലർക്കും അങ്ങനെ സംഭവിക്കും. പക്ഷെ എന്നാൽ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ മറക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് വയ്ക്കുക. പേപ്പർ വായിക്കും, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വിളിച്ച് സംസാരിക്കും. എപ്പോഴും ഫോണിലാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ആ തിരക്കിൻ്റെ ഇടയ്ക്കല്ലാതെ അല്ലാത്ത സമയത്ത് നമുക്ക് പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെപ്പോഴും ഫോണിലാണ്. അല്ല, നമ്മൾ സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് അത് ഏത് കാര്യം അതെ നമ്മൾ ഏതാണോ ഉപയോഗിക്കാതെ വയ്ക്കുന്നത് അത് തീർച്ചയായിട്ടും ഉറഞ്ഞു പോകും. കൈയായാലും മുട്ടായാലും അങ്ങനെ ഇപ്പോൾ തലച്ചോറായാലും അങ്ങനെ. അപ്പം അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെ ഒന്ന് പുറത്ത് പോയപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനോ അങ്ങനെ. പിന്നെ മൊബിലിറ്റി എന്ന് വെച്ചപ്പോൾ നമ്മൾ കാർ ഓടിക്കാനോ സ്കൂട്ടർ ഓടിക്കാനോ അറിഞ്ഞാൽ വളരെ നന്നായി. പക്ഷെ ഇപ്പോൾ 60-65 വയസ്സ് കഴിയുമ്പോൾ കാറാണെങ്കിൽ മാത്രം ഓടിച്ചാൽ മതി, സ്കൂട്ടർ ഓടിക്കരുത്. നമുക്ക് ചിലപ്പോൾ ഇയർ ബാലൻസിനുള്ള പ്രശ്നം വരും, സ്കൂട്ടർ മറിഞ്ഞ് വീഴും. അപ്പോൾ കാറാണെങ്കിൽ ഓടിച്ചോളൂ. അതല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിക്കാൻ. ഇപ്പോൾ പിന്നെ ഓട്ടോ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫോണിൽ തന്നെ ആപ്പ് ഉണ്ട്, അത് എടുത്തു തരാൻ പറയാം. അല്ലാതെ എല്ലാത്തിനും മോനോ മോളോ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയ്ക്ക് മോനെ എനിക്കിത് ചെയ്യണം, മോനെ എനിക്കിന്ന സ്ഥലത്ത് പോകണം എന്ന് പറയുന്നതിന് പകരം
തന്നെത്താൻ ആരോഗ്യമുള്ളിടത്ത കാലം നമ്മൾ അവരെ ആശ്രയിക്കാതെ ഒന്നിച്ചു പോകുന്ന ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുന്നത് ഒന്നിച്ചു പോകണം. അതല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി നമുക്കൊരു മണിക്കൂറൊക്കെ ചിലവഴിക്കണമെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ തനിയെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഉണ്ടെങ്കിൽ വളരെ നന്നായി. അല്ല ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടവരായാലും ആ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വീടിനകത്ത് ഒതുങ്ങിക്കൂടാതെ ആക്റ്റീവായിട്ടിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ഞാൻ നടക്കാൻ പോകുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ കൂടുതലും സ്ത്രീകൾക്ക് അതേതെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മധ്യവയസ്സാകുമ്പോഴേക്കും അത് വാസ്തവത്തിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ റേസ് പോലെയാണ്. ഇപ്പോൾ ഏഷ്യൻ ആളുകളുടെ നമ്മുടെ അരവണ്ണം എപ്പോഴും കൂടിയിരിക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കും, നടക്കാൻ പോകണം. അങ്ങനെ കണ്ടിട്ടുണ്ടോ യോഗ ചെയ്യുന്നവരും എല്ലാവരും? എൻ്റെ ഒരു സുഹൃത്ത് യോഗ ചെയ്യുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വയറൊക്കെ കുറയണമെങ്കിൽ യോഗയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വയറ് കുറച്ച് കാണിക്കുമ്പോൾ ഞാനും വരാം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും അതുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നടക്കാൻ പോവാം. ഇവിടെ ഏതോ ഒരു കോർപ്പറേറ്റർക്ക് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യമൊക്കെ കുറച്ച് മെച്ചപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ പാർക്കിലും ഒരു ജിമ്മുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വന്ന് ചെയ്യാം. ചില സ്ഥലത്ത് ലേഡീസ് മാത്രം അങ്ങനെ. അപ്പം നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ ചേർന്ന് അവിടെ പോയി നമുക്ക് വാസ്തവത്തിൽ ആ ജിമ്മിൽ ചേരുന്നതിനോ പോകുന്നതിനല്ല നമ്മൾ അയ്യോ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നാണ്, നമ്മുടെ അയൽക്കാരെന്ത് പറയും, അല്ലെങ്കിൽ ഈ വയസ്സിൽ ജിമ്മിൽ പോയി ചേർന്നത് എന്ത്, ഇങ്ങനെയാണ് നാട്ടിലുള്ളൊരു ഒരു ബുദ്ധിമുട്ട്. അത് പുറത്ത് അത്ര അധികം കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ജിം എല്ലാ പാർക്കിലും, പാർക്കെന്ന് വെച്ചാൽ ഓരോ ലേഔട്ടിനും ഒരു പാർക്ക് 2 പാർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആ പാർക്കിൽ ഒരു ജിമ്മുണ്ട്. അപ്പോൾ നമുക്കതിരുന്ന് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്ന അതെല്ലാം ഫിക്സ്ഡ് ആണെല്ലാം. അപ്പോൾ അതങ്ങനെ ചെയ്ത് ആരോഗ്യകരമായിട്ടിരിക്കാനും അങ്ങനെ. ഇപ്പോൾ പലർക്കും പല ചെറിയ അസുഖങ്ങളുണ്ടാവും. ഒരാൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞാൻ കണ്ടെടുത്തോളം തമ്മിൽ കാണുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം നിനക്ക് എത്ര അസുഖമുണ്ട്, അത് എനിക്കുണ്ട്, നിനക്കത്, അങ്ങനെ തമ്മിൽ നമ്മൾ അസുഖങ്ങൾ, ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ സംഭാഷണമായി തീർന്നിരിക്കുന്നത്. അത് മാറണം. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട്, ഒരു ചെറിയ BP മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഷുഗറിന് ഇത്തിരി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, ചെന്ന് നമ്മൾ ടീപ്പോയിൽ വെച്ചിരിക്കുന്നത് തന്നെ ഒരു മരുന്നിൻ്റെ ബോക്സ് ആയിരിക്കും. അതിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളത് എവിടെയെങ്കിലും നമ്മുടെ ഷെൽഫിനകത്ത് എവിടെയെങ്കിലും എടുത്തു വയ്ക്കുക, ആവശ്യത്തിന് കഴിക്കുക. അത് കഴിക്കാൻ മറക്കുന്നവർ അതിന് അലാറം വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പം നമുക്ക് വയസ്സായെന്നോ നമുക്ക് ഇത്രയധികം അസുഖങ്ങളുണ്ടെന്നോ ഒന്നും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മളിടയ്ക്ക് റെഗുലറായിട്ട് ഡോക്ടറെ കാണണം, ചെക്കപ്പ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇടയ്ക്ക് ചെറിയ നമ്മുടെ സാലഡ് നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറിന് കുഴപ്പമില്ലാത്ത സാധനങ്ങൾ, നമ്മൾ ഏറ്റവും അധികം മസാല കളയേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്, വല്ലപ്പോഴും അല്ല, ആഴ്ചയിലൊരു ദിവസമൊക്കെ കുറച്ച് കഴിക്കാം. പക്ഷെ എല്ലാ മസാലകളും ഉപേക്ഷിച്ചാൽ ഈ 60-65 വയസ്സ് കഴിഞ്ഞവർക്ക് യാതൊരു അസുഖങ്ങളും ഉണ്ടാവില്ല. നന്ദി. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. ഞാൻ എന്നും നടക്കാൻ വരുന്ന സ്ഥലമാണിത്. വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ ഇവിടെ വരും. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നടക്കാൻ എന്താ രാത്രിയാണോ വന്നിരിക്കണമെന്ന്. രാത്രിയല്ല, വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ സന്ധ്യാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെ നടക്കുക, ഈ സമയത്താണ് നടക്കാറ്. ഇവിടെ ഒരു ലേഡീസ് ജിമ്മുണ്ട്, കുട്ടികൾക്കൊരു ഒരു പാർക്കുണ്ട്, കളിക്കുന്ന സ്ഥലങ്ങൾ. ഒരു കളിക്കുന്ന സ്ഥലം. പിന്നെ ഇങ്ങനെ റേഡിയോൻ്റെ സ്പീക്കറുകളുണ്ട് എല്ലാ വഴിക്കും, നമുക്ക് നടക്കുന്ന വഴിയിലൊക്കെ. നല്ലൊരു പാർക്ക് കുട്ടികൾക്ക്. അപ്പോൾ അവരിങ്ങനെ അവിടെ കളിക്കാൻ വിട്ടിട്ട് എല്ലാവരും നടക്കാൻ പോകും. ഇത്രയധികം സ്ഥലമുണ്ട്, നല്ല ബ്രീത്തിങ് സ്പേസ് എന്ന് പറയാം സിറ്റിയിൽ. പ്രത്യേകതയാണ് കർണാടകയുടെ കല്ലുകൾ കൊണ്ടുള്ള എല്ലാ കൺസ്ട്രക്ഷനും. നല്ല ബിസ്ക്കറ്റ് മുറിച്ച് വെച്ച പോലത്തെ കല്ലുകൾ. ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട്, നമുക്ക് പോയി ഇരിക്കാനൊക്കെ ആയിട്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കാൻ.